നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ FC ബാഴ്സലോണ ഇൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിനെ നേരിടുകയാണല്ലോ. ബാഴ്സ ലാലിഗ ടേബിളിൽ ഒന്നാമതാണെങ്കിലും UCL 18ാം സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മികച്ചൊരു പ്രകടനം നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് 5 റൗണ്ട് കളികൾ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ എന്താണ് ലാലിഗയിലെ അവസ്ഥ? ബാഴ്സ 1ാം സ്ഥാനത്ത് കുതിക്കുമ്പോൾ റയൽ തപ്പിത്തടയുകയാണ്. കഴിഞ്ഞ കളി സെൽറ്റയോട് അവർ തോൽക്കുകയും ചെയ്തു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് ഹൻസി ഫ്ലിക്കിനോട് ചോദിക്കുകയുണ്ടായി. റയൽ മാഡ്രിഡ് സെൽറ്റയോട് തോറ്റല്ലോ, അദ്ദേഹത്തിൻ്റെ മറുപടി. ആ മെസ്സേജ് എനിക്ക് കിട്ടുമ്പോൾ ഞാൻ ബെഡിലായിരുന്നു, ഞാൻ കിടക്കുകയായിരുന്നു. ഞങ്ങൾക്കിപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. വി വാണ്ട് ടു ഫോക്കസ് ഓൺ അവർ സെൽഫ്. ഞങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യുകയാണ്. മറ്റുള്ള ടീമുകളെക്കുറിച്ച് ചിന്തിച്ച് എനിക്ക് എൻ്റെ എനർജി വേസ്റ്റ് ചെയ്യാനില്ല. ഐ വാണ്ട് ടു സേവ് ഇറ്റ് ഫോർ അവർ ടീം. ഞങ്ങളുടെ ടീമിന് വേണ്ടിയിട്ട് ആ എനർജി സേവ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ബാഴ്സയും റയലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളെപ്പോഴും ഞങ്ങളെ തന്നെയാണ് ഫോക്കസ് ചെയ്യാറുള്ളൂ. ഓപ്പണൻസിനെ ഞങ്ങൾ നോക്കാറില്ല, അവരെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കാനുമില്ല. വി ആർ ഫോക്കസ്ഡ് ആൻഡ് വി നോ ഇറ്റ്സ് എ ലോങ് റോഡ്. മുന്നോട്ട് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് എന്ന നല്ല ധാരണ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആണ്. ഇപ്പോൾ ലാലിഗയിൽ ഞങ്ങൾക്ക് അവരെക്കാൾ പോയിൻറ്റുകളുണ്ട്. പക്ഷേ ഇത് ഡിഫറെൻറ്റ് സിറ്റുവേഷനാണ്. ഇപ്പോൾ കഴിഞ്ഞ സീസണിലെ ഫൈനൽ സ്ട്രെച്ച് വി വെർ ഫാൻറ്റാസ്റ്റിക്. അത്ലറ്റിക്കോയും VRIലും ഇപ്പോൾ നല്ല രൂപത്തിൽ പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ട് മാറ്റേഴ്സ് നൗ ഈസ് ദി ചാമ്പ്യൻസ് ലീഗ്. ഞാൻ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇപ്പോൾ നാളത്തെ കളിയെക്കുറിച്ച്, ചാമ്പ്യൻസ് ലീഗിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് എന്ന് അദ്ദേഹം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയുണ്ടായി. എങ്ങനെയെങ്കിലും റയലൊന്ന് താഴ്ന്നല്ലോ, റയലിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ മാധ്യമപ്രവർത്തകർ ചോദിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം വളരെ പക്വതയോടുകൂടി ഞാനിപ്പോൾ ഏതൊരു ടീമിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, അങ്ങനെ ചിന്തിച്ച് വേസ്റ്റ് ആക്കാനുള്ള എനർജി എനിക്കില്ല, ഞങ്ങളെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്, ഞങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നുള്ളൂ, അടുത്ത കളിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അങ്ങനെ ഒഴിവായി പോവുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.